വെറ്ററി യൂണിവേഴ്സിറ്റിയിലെ VC നിയമനത്തിൽ ഈ മാസം 15-ന് സെർച്ച് കമ്മിറ്റി യോഗം ചേരും. ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കി കേരള സർവകലാശാല മുൻ VC ഡോക്ടർ ഇക്ബാൽ കൺവീനറായ കമ്മിറ്റി യോഗം ചേരാനാണ് നീക്കം നടക്കുന്നത്. UGCയുടെ 2025-ലെ കരട് റെഗുലേഷൻ നിയമമാകുന്നതിന് മുൻപ് തിരക്കിട്ട് VSC നിയമിക്കാനാണ് സർക്കാർ തലത്തിൽ നീക്കമെന്നാണ് ആക്ഷേപം ഉയരുന്നത്. രശ്മി കാർത്തിക ഉണ്ട് വിവരങ്ങളുമായി. രശ്മി, എന്താണ് ആക്ഷേപം? വീണ, പൂക്കോട് വെറ്റിനറിയിലെ വൈസ് ചാൻസലറെ നിയമിക്കുന്നതിനുള്ള തിരക്കിട്ട നീക്കമാണ് നിലവിൽ നടക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരു യോഗം ചേരുന്നുണ്ട്. തിരുവനന്തപുരത്ത് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് യോഗം ചേരുക. ഈ മാസം 15-നാണ് യോഗം. ഇത് ചട്ടവിരുദ്ധമായാണ് ഈ യോഗം ചേരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഗവർണറുടെ പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കമ്മിറ്റി ചേരുന്നതും. അതും കേരള സർവകലാശാലയിലെ മുൻ VCയുടെ അധ്യക്ഷതയിലാണ് ഈ യോഗം ചേരുക. നിലവിലെ വെറ്റിനറി യൂണിവേഴ്സിറ്റി നിയമത്തിൽ ഗവർണറുടെ പ്രതിനിധി സെർച്ച് കമ്മിറ്റിയിലുണ്ട്. പക്ഷേ ആ പ്രതിനിധി ഇല്ല. ആ പ്രതിനിധിയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ കമ്മിറ്റി ഇപ്പോൾ നിലവിൽ സർക്കാർ രൂപീകരിച്ചത്. വെറ്ററി യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായി കേരള മുൻ VC ഡോക്ടർ B ഇക്ബാൽ ഉണ്ട്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ പ്രതിനിധിയായി കാർഷിക യൂണിവേഴ്സിറ്റി മുൻ VC ഡോക്ടർ P രാജേന്ദ്രനുണ്ട്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ പ്രതിനിധി ഡോക്ടർ രാമൻ സുകുമാറുണ്ട്. ICAR പ്രതിനിധി ഡോക്ടർ രാഘവേന്ദ്ര ഭട്ടയുണ്ട്. അതോടൊപ്പം UGC പ്രതിനിധിയായി പ്രൊഫസർ നീലിമ ഗുപ്തയുണ്ട്. ഇവർ ആണ് ഈ സർക്കാർ രൂപീകരിച്ച കമ്മിറ്റിയിലുള്ളത്. സംസ്ഥാനത്തിന് പുറത്തുള്ളവർക്കായി വിമാന ടിക്കറ്റ് അടക്കം സർക്കാർ എടുത്തു നൽകിയിട്ടുണ്ട്. ഈ മാസം 15-ന് ഗസ്റ്റ് ഹൗസിൽ വെച്ച് യോഗം ചേരുകയുണ്ട്. ഈ നാളിതുവരെ ഗവർണറാണ് ഈ സെർച്ച് കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഗവർണറുടെ പ്രതിനിധിയൊക്കെ ആ കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടതുണ്ട്. പക്ഷേ എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഈ യോഗം ചേരുന്നതും ഈ VCയെ നിയമിക്കാനുള്ള തിരക്കിട്ട നീക്കവും നടക്കുന്നത്. പക്ഷേ ഇതിന് അന്തിമ അനുമതി നൽകേണ്ടത് ഗവർണറാണ്. അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി ഈ യോഗം ചേർന്ന് ഒരു VCയെ തീരുമാനിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ശുപാർശ ഒരിക്കലും ഗവർണർ അംഗീകരിക്കാൻ സാധ്യതയില്ല. വീണ. ഓക്കെ.